മക്കളെ, വെൽക്കം ടു ദി എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണിത മിസ് ആണ്. എടാ മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഓണം എക്സാമിന് 100%, ഐ റിപ്പീറ്റ് 100% ചോദിക്കുന്ന ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്രിസിയേഷൻ നോട്ട്. അത് തന്നെ മിസ് പ്രെഡിക്റ്റ് ചെയ്യാനടാ. അപ്രിസിയേഷൻ നോട്ട് നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും നത്തിങ് ട്വൈസ് എന്ന വിസ്ലാവ സിംബോർസ്കയുടെ നത്തിങ് ട്വൈസ് എന്ന് പറഞ്ഞ ആ ഒരു പോയം എന്ന് മാത്രമേ വരുള്ളൂ, അതിന്ന് തന്നെ വരുള്ളൂ. സോ അതിന്റെ ഒരു സൂപ്പർ അപ്രിസിയേഷൻ നോട്ടുമായിട്ടാണ് മിസ് ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ്, നമ്മളിപ്പോ ഈ ഒരു എക്സാമിന്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ ഇതിന്റെ അപ്രിസിയേഷൻ നോട്ട് മിസ് ചെയ്യും ഞങ്ങൾ എല്ലായിടത്തും തെരഞ്ഞു, ഞങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വേറെ എവിടെയും കിട്ടുന്നില്ല. യെസ്, യുവർ സെർച്ച് എൻഡ്സ് ഹിയർ. ഇവിടെയാണ് നിങ്ങളുടെ തെരച്ചിൽ നിൽക്കാൻ പോകുന്നതാ. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ കമന്റ്സ് എന്തായാലും മിസ്സിനെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് കിട്ടാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടടാ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ താഴെ അതിന്റെ ലിങ്ക് കാണാം. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ആവും. അവിടെ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ നോട്ട്സും ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളുടെ വീഡിയോയിലേക്ക് പോവാം. യെസ്, ഇവിടെ അപ്രിസിയേഷൻ നോട്ട് ഇടുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? ഒന്നാമത്തെ കാര്യം, ഗിവ് ആൻ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ. നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം. അതിനകത്ത് ഒരു കോംപ്രമൈസും കൊടുക്കരുത്. ഓക്കെ, ഒരു ടൈറ്റിൽ നിങ്ങൾ ആദ്യത്തെ കാര്യം ക്വസ്റ്റ്യൻ നമ്പർ ഇടണം. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം, നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോ ഒന്നും ടൈറ്റിൽ എഴുതാൻ കിട്ടുന്നില്ല എന്നാണെന്നെങ്കിൽ ഈ ഒരു പോയം നത്തിങ് ട്വൈസ് എന്നിട്ട് നമ്മളൊരു കോളൻ ഇതാ, ഇതാണ് കോളൻ. കോളൻ ഇട്ട ശേഷം എന്ത് ചെയ്യണം, an appreciation അങ്ങനെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം. ഇനി മക്കളെ, നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫ്, അപ്രിസിയേഷൻ നോട്ടിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഐഡന്റിഫൈങ് ദ പോയം. ഏതാണ് കവിത നിങ്ങൾ ഇപ്പൊ ഈ എഴുതാൻ പോകുന്ന, അപ്രിസിയേഷൻ എഴുതാൻ പോകുന്നത് ഏതോ കവിത ആയിക്കോട്ടെ, ഇത് എല്ലാത്തിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റ് ആണ്. ഏതിനായാലും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ആ ഒരു കവിത ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ പോയറ്റ്, ആരാണ് കവി എന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ റൈറ്റിംഗ് 1 or 2 points അബൌട്ട് ദി പോയിറ്റ്. നിങ്ങൾക്ക് ആ പോയിറ്റിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു 1-2 പോയിന്റ്സും കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ മേജർ തീം ഓർ ഐഡിയ ഓഫ് ദി പോയം. എന്താ ആ ഒരു പോയമിന്റെ മേജർ തീം അല്ലെങ്കിൽ ഐഡിയ അതൊന്ന് ഫസ്റ്റ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ആ ഒരു എന്താ പറയാ, നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ, എന്തൊക്കെയാ, റൈം സ്കീം. ആ പോമിന് എന്തെങ്കിലും പ്രത്യേക റൈം സ്കീമോ അല്ലെങ്കിൽ എത്ര സ്റ്റാൻസാസ് അല്ലെ, ഇപ്പൊ നിങ്ങൾ നമ്മുടെ നത്തിങ് ട്വൈസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാല് എടാ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് അല്ലെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇനി സെക്കൻഡ് പാരഗ്രാഫിലാണ് മക്കളെ നിങ്ങൾ അതിന്റെ ഒരു സമ്മറി അല്ലെങ്കിൽ എത്ര ലൈൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ലൈൻസ് ആണോ തരുന്നത്, ഓക്കെ, ഒരു 8 ലൈൻസ് ആണെങ്കിൽ 8 ലൈൻസ്, ആ 8 ലൈൻസിന്റെ മാത്രം സമ്മറി അതിനൊന്ന് പാരഫ്രൈസ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് അതിന്റെ മാത്രം സമ്മറി, ഫുള്ള് കവിതന്റെ എഴുതണ്ട, എത്ര ലൈൻസ് തരുന്നോ അത്രയും മാത്രം സമ്മറി നിങ്ങൾ രണ്ടാമത്തെ ഒരു പാരഗ്രാഫായിട്ട് എഴുതാം. അതിനുശേഷം ഒന്നെങ്കിൽ ആ പാരഗ്രാഫിന്റെ എൻഡിങ്ങിൽ സെക്കൻഡ് പാരഗ്രാഫിന് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് പാരഗ്രാഫ് ഓർ മേക്ക് ഇറ്റ് തേർഡ് പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ പാരഗ്രാഫ് ആയിട്ട് മക്കളെ പോയറ്റിക് ഡിവൈസസ്. അതായത് നിങ്ങൾ കവിത വായിക്കുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾ നിങ്ങൾ എന്തായാലും കവിത പഠിച്ചിട്ടാണ് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുക. സോ ആ കവിത പഠിക്കുന്ന സമയത്ത് അതിനകത്ത് സിമിലി, മെറ്റഫർ, അലിട്രേഷൻ, അസോണൻസ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറക്കാതെ പ്രത്യേകം എന്തായാലും എഴുതണം. ഓക്കെ, അതേപോലെ തന്നെ ഇമേജറീസ് ഇടാ. ഇപ്പൊ നിങ്ങൾ നോക്കുക, വിഷ്വൽ ഇമേജറീസ്. എന്താ വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താ, അത് റീഡ് ചെയ്യുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി അത് കണ്ണിൽ കാണാൻ വേണ്ടി കഴിയില്ല, അത് എങ്ങനെയാണെന്നുള്ള ഒരു നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെന്താ ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വായിക്കുന്ന സമയത്ത് വിച്ച് അപ്പീൽസ് our ears, ആ ഒരു സൗണ്ട് നമുക്ക് അത് കേൾക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ ടാക്ടൈൽ എന്ന് പറയുമ്പോൾ it is related to our touches. okay, പിന്നെ olfactory എന്ന് പറഞ്ഞാൽ related to our smell. okay, ഇതൊക്കെ നമ്മൾ ഈ ഒരു പോയമിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് മിസ് ഇവിടെ എടുത്ത് പറയുന്നത് കേട്ടോ. ദെൻ ഫൈനലി മക്കളെ കൺക്ലൂഷൻ, അതായത് ആ ഒരു അപ്രിസിയേഷൻ വൃത്തിയായിട്ട് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, സമ്മറൈസിങ് ദ ഹോൾ തിങ് അല്ലെ, നമ്മൾ എഴുതിയിട്ടുള്ള മൊത്തം ഐഡിയനെ ഒന്ന് ബ്രീഫ് ചെയ്ത്, അതായത് ആ മേജർ തീം അല്ലെങ്കിൽ ദ പോയം ഡിസ്കസസ് അബൌട്ട് സോ ആൻഡ് സോ, ഇന്ന കാര്യങ്ങളാണ് കവിത ഡിസ്കസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ മേജർ തീമോ ആൻഡ് വാട്ട് അപ്പീൽഡ് യു ഇൻ ദ പോയം. ഈ കവിതയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കവിത ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യാൻ കാരണം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെ അവസാനിപ്പിച്ചു കഴിഞ്ഞാലെടാ
സൂപ്പർ ആയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ആയിരിക്കും. ഇത് അതിനേക്കാളും ബെറ്റർ ആവാൻ ഇതൊന്നുമില്ല. ഓക്കെ, സോ ഇതാണ് ജനറലി ഏതൊരു കവിതയ്ക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു അപ്രിസിയേഷന്റെ ഫോർമാറ്റ്. ഇനി നമുക്ക് നോക്കാം. സോ ഓർമ്മയുണ്ടല്ലോ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എന്തൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തോലും ഡീറ്റെയിൽസ് ഒക്കെ വേണം. പോയം ഏതാണ്, പോയിറ്റ് ആരാണ്, പോയിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ്, പിന്നെ കവിതയുടെ ഒരു സ്ട്രക്ചർ അല്ലെ, എന്താ സ്റ്റാൻജാസ് എത്രയുണ്ട്, റൈം സ്കീം, അതൊക്കെ. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ സമ്മറി ആഡ് ചെയ്യും, അല്ലെങ്കിൽ തേർഡ് പാരഗ്രാഫ് അല്ലെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിന്റെ കൂടെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലുള്ള ടെക്നിക്കലി നമ്മുടെ പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ സിമിലി, മെറ്റഫർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. ആൻഡ് ഫൈനലി അതിനെ ഭംഗിയായിട്ട് കൺക്ലൂഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി പറയണ്ട, നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്സ് കിട്ടും, അല്ലെങ്കിൽ മിനിമം ഒരു 4 മാർക്കെങ്കിലും ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഫൈൻ. സോ ഇനി നമുക്ക് നത്തിങ് ടോയ്സിന്റെ ഒരു അപ്രിസിയേഷൻ നോക്കാം അല്ലെ. നത്തിങ് ട്വൈസ്, എ തോട്ട് ഓൺ മൊമെന്ററിനെസ് ഓഫ് ലൈഫ്. നോക്കട്ടെ മക്കളെ, നോക്ക് മിസ് ടൈറ്റിൽ കൊടുത്തുണ്ടോ, എ തോട്ട് ഓൺ മൊമെന്ററിനെസ് ഓഫ് ലൈഫ് അല്ലെ. ആ ജീവിതത്തിന്റെ നൈമിഷികതയെ അല്ലെ, ആ മൊമെന്ററിനെസിനെ കുറിച്ചുള്ള ഒരു തോട്ട്, ഒരു ചിന്ത എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ടൈറ്റിൽ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല, ആ എക്സാമുകളിലൊന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എന്നെങ്കിൽ ജസ്റ്റ് നത്തിങ് ട്വൈസ് ആൻഡ് അപ്രിസിയേഷൻ, ഈ ഒരു കോളൻ ഇട്ട ശേഷം ആൻഡ് അപ്രിസിയേഷൻ, അത്രയും മതി കേട്ടോ. നോക്ക് മക്കളെ, ഇതിന്റെ ഒരു ഫോർമാറ്റ് നോക്കിക്കേ. Nothing Twice is a thought-provoking poem written by Wisława Szymborska, a famous Polish poet. She is the Nobel Prize laureate of the year 1996. എടാ, നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് അബൌട്ട് ദി ഓഥർ എന്ന് പറയുന്ന ആ ബോക്സ് എല്ലാ ലെസന്റെയും അബൌട്ട് ദി ഓഥർ എന്ന് പറയുന്ന ബോക്സ് നിർബന്ധമായിട്ടും വായിച്ചിട്ടേ പോകാൻ പാടുള്ളൂ, അല്ലാതെ പോവാനേ പാടില്ല. ദെൻ the poem is written in 7 quatrains. എന്താണ് 7 quatrains? എന്താണ് ഈ 7 quatrains? 7 stanzas of 4 lines each അല്ലെ, 4 വരി വീതം വരുന്ന 7 stanzas. അതിനെയാണ് നമ്മൾ ടെക്നിക്കലി എന്ത് പറയുന്നത്, 7 quatrains. എടാ, നിങ്ങൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ആൻസർ പേപ്പറിൽ എഴുതുമ്പോൾ ഉണ്ടല്ലോ, ഒരു അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 7 quatrains എന്നൊക്കെ എഴുതിയിട്ട് അതിന്റെ താഴെ ഒരു അണ്ടർലൈൻ ഒക്കെ വരച്ചു കഴിഞ്ഞാലുണ്ടല്ലോ മക്കളെ, ടീച്ചേഴ്സ് നിങ്ങൾ ആൻസർ പേപ്പർ നോക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് വരും. കാരണം നിങ്ങൾ എന്താ കൃത്യമായിട്ട് ആൻസർ എഴുതിയിട്ടുണ്ട്, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സോ ടീച്ചർക്കും എളുപ്പമാണ്. ആ ടിപ്പും കൂടെ ഓർത്ത് വെച്ചോ. ദെൻ ആൻഡ് ഹാസ് എ റൈം സ്കീം ഓഫ് ABAB. നമ്മുടെ കവിതയ്ക്ക് റൈം സ്കീം ഉണ്ട്. ഇൻ ദിസ് പോയം she explores how momentary life is. She encourages readers to appreciate the present moment and shortness of life. അല്ലെ, ജീവിതത്തിന് ഓരോ മൊമെന്റിനും സെലിബ്രേറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ അതിനെ ചെറിഷ് ചെയ്യാനാണ് സിംബോർസ്ക ഈ ഒരു കവിതയിൽ പറയുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കും മക്കളെ. The poem begins by saying that life is unpredictable and everything happens only once. ഇനി നമ്മൾ സമ്മറിയാണ് കേട്ടോ, സമ്മറിയാണേ നോക്കണേ. We are born without knowing what to expect and we die without getting a second chance to fix our mistakes. അല്ലെ, നമ്മൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ആണല്ലേ ഇവിടെ ജനിച്ചു വീഴുന്നതും. ആൻഡ് we won't get a second chance. അല്ലെ, നമ്മുടെ മിസ്റ്റേക്സിനെ ഫിക്സ് ചെയ്യാനുള്ള ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല. No matter how smart or dumb you are. അതിൽ പറയുന്നില്ലടാ, നിങ്ങൾ എന്താ പ്ലാനറ്റിലെ ഏറ്റവും വലിയ ഡൺസ് ഓർ ഡം ആണെന്നുണ്ടെങ്കിൽ, ഡമ്മസ്റ്റ് ഓർ ഡൺസ് ആണെന്നുണ്ടെങ്കിൽ, ഡൺസ് എന്നും ഡം എന്നൊക്കെ പറഞ്ഞ എന്താണ്, സ്റ്റുപ്പിഡ് എന്നുള്ളതാണ് അല്ലെ. യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും യു വോണ്ട് ഗെറ്റ് അനദർ ചാൻസ്. ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. ആ കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലൈഫിനെയാണ്, നമ്മുടെ ജീവിതത്തിനെയാണ് അവിടെ കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. യെസ്, you can't relive a moment or redo a day. Life is like a one time class. Life എന്താണ്, ഒരു one time class പോലെയാണ്. You have to make the most of it as it happens. അല്ലെ, അത് സംഭവിക്കുന്നതിൽ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. Every day is unique and can't be exactly the same as the day before. No day copies the other. അല്ലെ, and no 2 night teachers. അല്ലെ, 2 രാത്രികൾ ഒരേപോലെ ഒക്കെ പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ. ദെൻ അവിടെ ഉണ്ട് മക്കളെ, പേഴ്സോണിഫിക്കേഷൻ ആണ്, അത് ഓർക്കണം. നമ്മുടെ ക്ലാസ്സിനോട് കമ്പയർ ചെയ്യുന്നത് ഒരു മെറ്റഫർ ആണെന്നുള്ളതും, അതുപോലെ no 2 days copy and no 2 nights teach എന്നുള്ള കാര്യം അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. കാരണം അവിടെ ഡേനെയും നൈറ്റിനെയും ഒക്കെ ഒരു പേഴ്സൺ, നമ്മളിവിടെ രാത്രി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ടീച്ചേഴ്സ് ആണല്ലേ പഠിപ്പിക്കുക. സോ അവിടെ രാത്രി ഒരു ടീച്ചറായിട്ട് അല്ലെ, രാത്രി നമ്മളെ പഠിപ്പിക്കുന്നു. സോ എന്താണ്, അവിടെ ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. സോ അങ്ങനെ പേഴ്സണിന്റെ ക്വാളിറ്റി കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. യെസ്. Then even happy moments like a romantic kiss can't be repeated in the exact same way. Each experience is special and one of a kind. ഓരോ എക്സ്പീരിയൻസും സ്പെഷ്യലും ആണ് ആൻഡ് one of a kind. ഒരേ ഒരു ഒന്ന് എന്നുള്ള പോലെയാണ് അല്ലെ.
The poet then shifts the poem to a more subjective level. ഇനി എന്താണ് കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് കവിത പോവാണ്. She says that when she hears the name of her beloved unexpectedly, അല്ലെ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ബിലവഡിന്റെ നെയിം കേൾക്കുന്ന സമയത്ത് what does she feel? She feels like a rose flower, അല്ലെ ഒരു റോസ് ഫ്ലവർ പെട്ടെന്ന് ഒരു റൂമിലേക്ക് വന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. But the next day she forgets about the happy feeling and starts to wonder what made her happy the other day. തൊട്ടടുത്ത ദിവസം what happens? She actually forgets about everything. അല്ലെ കഴിഞ്ഞ തലേ ദിവസം she was very happy for this person and now when that person is around, ഇപ്പൊ അയാൾ കൂടെയുള്ള സമയത്ത് she doesn't know എന്താണ് ഇത് കാര്യം അല്ലെ. അവൾ ചോദിക്കുന്നുണ്ട് what is rose? Is it a flower or a stone എന്നൊക്കെ ചോദിക്കണം അല്ലെ. Yes. We shouldn't worry so much about things because everything changes and today will be gone tomorrow. അല്ലെ today will be gone tomorrow. ഇന്ന് എന്താണ് നാളെയാവും. Finally she states that though we are two different individuals, we can still love and agree with each other like two drops of water becoming one. So അങ്ങനെയാണ് അതിന്റെ സമ്മറി. ഇപ്പൊ മക്കളെ ഇത് സമ്മറി നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും. കാരണം എന്താന്ന് വെച്ചാൽ മിസ് ആ ഒരു കവിതയുടെ മൊത്തം സമ്മറി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും തോന്നെ ലൈൻസ് വരില്ല, എന്തായാലും ഇതിന്റെ പകുതി ലൈൻസ് ഒക്കെ വരുള്ളൂ. സോ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സമ്മറി ടൈലർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിനെ ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്രീസിയേഷൻ നോട്ട് ഇത്രയും ലെങ്തി ആയിരിക്കില്ല കേട്ടോ. ഇതിപ്പോ മിസ് മുഴുവൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണേ. Then ഇനിയുടെ ആ പോയറ്റിക് ഡിവൈസ് നോക്കിയേ. The poet uses beautiful language. കണ്ടോ, അങ്ങനെ പ്ലെയിൻ ആയിട്ട് poet uses the metaphor അല്ലെങ്കിൽ simile അങ്ങനെ എഴുതരുത്. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതാം. The poet, ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഇത് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. The poet uses beautiful language and imagery to explore what it means to be a human. അല്ലെ എടാ, ആ ഒരു ലൈൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഏത് കവിതയ്ക്ക് വേണമെങ്കിലും അപ്രിസിയേഷൻ നോട്ടിൽ, അതായത് നമ്മുടെ ലാംഗ്വേജ് വൈസ് അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ എവിടെ വേണമെങ്കിലും എഴുതി വെക്കാൻ പറ്റുന്നതാണ് അല്ലെ. Comparing life to a course is an example of a metaphor. അല്ലെ comparing life to a course is an example of a metaphor. The lines feel as if a rose were flung into the room and we are different, we conquer just as two drops of water are instances of simile. അല്ലെ അതിനകത്ത് സിമിലിയുടെ രണ്ട് ഇൻസ്റ്റൻസസിൽ ഈ ഒരു രണ്ട് ഇൻസ്റ്റൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ and other central images such as the hue and fragrance of the rose. അല്ല hue and fragrance of the rose അല്ല, hue എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, വിഷ്വൽ ആണ് കേട്ടോ. അതവിടെ ഒരു വിഷ്വൽ ഇമേജ് ആണ് മക്കളെ. അതെന്താണ് അവിടെ യെസ്, സോ അതൊരു വിഷ്വൽ ഇമേജ് ആണ്. കാരണം നമുക്ക് ആ കളർ, ആ ഒരു റോസിന്റെ കളർ നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി കഴിയും. അതേപോലെ ഫ്രേഗ്രൻസ് എന്നുള്ളത് എന്താ, ഓൾ ഫാക്ടറി ഇമേജ് ആണ്. റോസിന്റെ സ്മെല്ല് അറിയാവുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റോസിന്റെ സ്മെല്ല് നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ലേ. യെസ്. ദെൻ ദി അറ്ററിംഗ് ഓഫ് ദ നെയിം ബൈ ആൻ ഐഡിൽ ടങ്. അല്ലെ ഒരു ഐഡിൽ ടങ്, ഒരു അറ്ററിംഗ് അല്ലെ, ഒരാളുടെ പേര് പറയുന്നത്. അപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്യാം, ഇപ്പൊ ആരുടെങ്കിലും പേര് അമ്മോ അമ്മോ, അല്ലെങ്കിൽ എന്താ ഏബിൾ ഏബിൾ, അല്ലെങ്കിൽ എന്താ മനു മനു, ഇങ്ങനെ ഒരു പേര് ആരോ അട്ടർ ചെയ്യുന്ന പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നു. ആരോ ഒരാളുടെ പേര് പറയുന്ന പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാം. സോ അതെന്താണെടാ, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓഡിറ്ററി ഇമേജ്. എന്തൊക്കെയാണ്, യെസ്, ഓഡിറ്ററി ഇമേജ് adds on to the beauty of the poem. ആ ഒരു കവിതയുടെ ഭംഗിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മളിങ്ങനെ കമ്മലും മാലയും അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങുന്ന പോലെയാണ് ഒരു പോയമിന്, ആ ഒരു കവിതയ്ക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചേർക്കുമ്പോഴാണ് എന്ത്, ആ ഒരു ഭംഗി അല്ലെ, ഒരു ബ്യൂട്ടി കൂടുന്നത്. സോ അതാണെടാ നോക്ക്, ആ ഒരു പോയിറ്റിക് ഡിവൈസസ് അവിടെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് കണ്ടോ. ഇനിയുടെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാല് പോയിറ്റിക് ഡിവൈസസ് സമ്മറി എഴുതുന്നതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ മെറ്റഫർ അല്ലെങ്കിൽ പേഴ്സോണിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്ത് ഞാൻ നല്ലതായിരിക്കും കേട്ടോ. Then ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യണ Nothing Twice is a poem that encourages readers to think about how beautiful and short life is and to appreciate every moment. അല്ലെ ആ ഒരു എൻഡ് ചെയ്യുന്നത് നോക്കിക്കേ, it is a poem that encourages readers to think about how beautiful and short life is. അല്ലെ ലൈഫ് എത്ര ബ്യൂട്ടിഫുള്ളും
ഷോർട്ടുമാണെന്നുള്ളത് അല്ലെ, ഇത്രയും ഭംഗിയുള്ളതാണെങ്കിൽ എത്ര ഷോർട്ട് ആണെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു പോമാണ്. ആൻഡ് ടു അപ്രിഷിയേറ്റ് എവറി മൊമെന്റ്, ഓരോ മൊമെന്റിനെയും അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഓരോ മൊമെന്റിനും ലിവ് ചെയ്യാൻ വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത ഒരു പോമാണ്. ഇൻ ഷോർട്ട്, നോക്ക് മക്കളെ ശ്രദ്ധിക്കണേ, ആ 4ാമത്തെ പാരഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത്. ഇൻ ഷോർട്ട്, ദ പോം റിമൈൻഡ്സ് us to be thankful and present in each moment because life's experiences are special and won't last forever. കണ്ടോടാ, എത്ര സിമ്പിൾ ആയിട്ടൊരു അപ്രിസിയേഷൻ, എത്ര സിമ്പിളും എന്നാൽ എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ആണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ്സേ പോയറ്റിക് ഡിവൈസ് ഇത്ര എണ്ണം അല്ലല്ലോ ഉള്ളത്, ഇനിയും കുറെ എണ്ണം ഉണ്ടല്ലോ എന്ന്. അതായത് മക്കളെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറെ സ്റ്റാൻസ, ഒന്നെങ്കിൽ 2-3 സ്റ്റാൻസസ് ആയിരിക്കും തരാം. സോ ആ സ്റ്റാൻസയിലുള്ള പോയറ്റിക് ഡിവൈസ് ഏതൊക്കെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ആയിട്ട് അത് മാത്രം എഴുതിയാൽ മതി. ഇതിപ്പോ ഓൾറെഡി ഇത്രയും ലെങ്തി ആയതോടാണ് മിസ് അങ്ങനെ കൊടുത്തത്. വിഷമിക്കണ്ട, പോയറ്റിക് ഡിവൈസസ് മിസ് മറന്നിട്ടില്ല, നിങ്ങൾക്ക് കൊണ്ടുതരാം. മെറ്റഫർ, ആദ്യം തന്നെ കവിതയിലെ മെറ്റഫർ, അതിൽ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്രിസിയേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, അതായത് മെറ്റഫർ എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എഴുതാൻ പറ്റും അല്ലെ. പഠിച്ചോ, മെറ്റഫർ എവിടെ വരുന്നത്? ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. ജീവിതത്തിനെ ആ ദിസ് കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണെടാ? ലൈഫിനെയാണ്. സോ ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ് എന്നുള്ളത് ലൈഫിനെ ഒരു കോഴ്സ് ആയിട്ട് ഡിറക്റ്റ് കമ്പാരിസൺ ആണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ഓർ ദിസ് കൈൻഡ് ഓഫ് ഡിറക്റ്റ് കമ്പാരിസൺ ഇസ് നോൺ ആസ് മെറ്റഫർ. അടുത്തത് സിമിലി. സിമിലി എന്താണ്? ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വെയർ ഫ്ലങ് അല്ലെ, ആസ് ഇഫ് എ റോസ്, ആസ് ഓർ ലൈക്ക് വെച്ചുള്ള കമ്പാരിസൺ ആണ് മക്കളെ എന്ത്? സിമിലി. നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്, എനിക്കറിയാം. യെസ്, ആസ് ഇഫ് എ റോസ് വെയർ ഫ്ലങ് ഇൻ ടു ദ റൂം. അയാളുടെ പേര് കേൾക്കുന്നത് ഒരു എന്റെ റൂമിലേക്ക് ഒരു റോസാപ്പൂ എറിയുന്ന പോലെ ആണെന്ന് പറയുന്നല്ലേ. പിന്നെന്താ? വി കോൺകർ ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ. 2 വെള്ളത്തുള്ളികൾ പോലെ, 2 വെള്ളത്തുള്ളികൾ എങ്ങനെയാണ് ഒരുമിക്കുന്നത് അതുപോലെ നമ്മളും ഒന്നിക്കുന്നു എന്നാണ് അതിനകത്ത് പറയുന്നത്. സോ അത് രണ്ടുമാണ് സിമിലിന്റെ എക്സാമ്പിൾ. ഇനി പെർസോണിഫിക്കേഷൻ. പെർസോണിഫിക്കേഷന്റെ എക്സാമ്പിൾ ഏതാടാ? നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ അല്ലെ. 2 days ഒരിക്കലും ഒരേപോലെ ആവുന്നില്ല. കോപ്പി അടിക്കുക എന്നുള്ളതൊക്കെ എന്താണ്? പൊട്ട പിള്ളേരുടെ ഒരു ട്രേറ്റ് ആണ് അല്ലെ, നല്ല കുട്ടികളല്ലാത്തവരുടെ ഒരു ട്രേറ്റ് ആണ്. സോ എന്തായാലും അത് ഹ്യൂമൻ ക്വാളിറ്റിയാണ്. ഹ്യൂമൻ ബീയിങ്സ് ആണ് ഈ കോപ്പിയിങ് ഒക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നോ ടു നൈറ്റ് വിൽ ടീച്ച് വാട്ട് ബ്ലിസ് ഇസ്. 2 രാത്രികൾ പഠിപ്പിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. സോ എന്താടാ? അത് രണ്ടും പെർസോണിഫിക്കേഷൻ ആണ് കേട്ടോ. ദെൻ വിഷ്വൽ ഇമേജസ് ആണ് മക്കളെ. റോസ്, മിസ് പറഞ്ഞല്ലോ ആ റോസിന്റെ കളർ. അതുപോലെ ക്ലോക്ക്. ഇതിനകത്ത് ഈ പോമിൽ പറയുന്നുണ്ട് ഷീ ലുക്സ് ഇൻ ടു ദ ക്ലോക്ക് അല്ലെ, അവർ ഇടയ്ക്കിടക്ക് ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട്, സമയം എന്താ പോവാത്തെന്നുള്ള പോലെ ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട്. സോ അതൊരു വിഷ്വൽ ഇമേജ് ആണ്, നമുക്ക് ആ ക്ലോക്കിനെ ഇമാജിൻ ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ ഓഡിറ്ററി ഇമേജ് വിച്ച് അപ്പീൽസ് യുവർ ഇയേഴ്സ്, നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെ. സം ഐഡിൽ ടങ് അറ്ററിങ് എ നെയിം. എന്താണ്? ഏതൊരു ഐഡിൽ ടങ് അല്ലെ, ഒരു പണിയില്ലാത്തൊരു നാവ് പേരിങ്ങനെ അട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്റെ ബിലവഡിന്റെ പേര് അട്ടർ ചെയ്യുന്നു. യെസ്, അത്. പിന്നെന്താ? ഓൾ ഫാക്ടറി ഇമേജ്, സെന്റ് ഓഫ് ദി റോസ് അല്ലെ, ആ ഒരു റോസിന്റെ നല്ല സ്മെല്ല്. യെസ്, അതാണ് ഓൾ ഫാക്ടറി ഇമേജ്. കൈനസ്തെറ്റിക് ഇമേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ മോഷൻ. ഓക്കെ, നമ്മുടെ ബോഡി മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കൈനസ്തെറ്റിക്. അതിനകത്ത് ഫ്ലീറ്റിംഗ് ഡേ എന്നാണ്, ഫ്ലീറ്റിംഗ് അല്ല, ഫ്ലീറ്റിംഗ് ഡേ ആണ്, അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസം എന്നുള്ളതാണ്. റോസ് ഫ്ലങ് ഇൻ ടു ദ റൂം, റൂമിലേക്ക് ഒരു റോസ് വന്ന് വീണ പോലെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ടാക്ടൈൽ ഇമേജ് ആണ് മക്കളെ കിസ്. ടാക്ടൈൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ബോഡിയിൽ ഫീൽ ചെയ്യാൻ പറ്റും, അതായത് ബോഡിയിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന പോലെ ഫീൽ, ടച്ചസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസിനെയാണ് നമ്മൾ ടാക്ടൈൽ ഇമേജ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, സോ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയാടാ? ടാക്ടൈൽ ഇമേജ് എന്ന് പറയുന്നത്. അതായത് കിസ് അല്ലെ, കിസ് അതൊക്കെ എന്താണ്? നമ്മുടെ ബോഡിയിൽ നമുക്ക് സർഫസിൽ അനുഭവിച്ചറിഞ്ഞിട്ട് അല്ലെങ്കിൽ അനുഭവിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇതൊക്കെയാണടാ നമ്മുടെ ഈ ഒരു നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന ആ ഒരു പോമിലുള്ള പോയറ്റിക് ഡിവൈസസ്. സോ എനിക്ക് ഐ ഹോപ്പ് ദാറ്റ് എല്ലാ എന്താ പറയാ മക്കൾക്കും ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ ധൈര്യത്തോടെ തന്നെ പോയിട്ടാണ് ഈ ഒരു നമ്മുടെ അപ്രിസിയേഷൻ നോട്ട് പഠിച്ച് വളരെ ധൈര്യത്തോടെ നിങ്ങൾ പോയിട്ട് കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാം എഴുതണം. സോ ഓൾ ദി ബെസ്റ്റ്.